ഹലോ നമസ്കാരം. നിലമ്പൂരിൽ മനസ്സില്ലാ മനസ്സോടെ നിൽക്കുന്ന ലീഗിനെ മെരുക്കാൻ കോൺഗ്രസിന്റെ പുതിയ തന്ത്രം. എന്താണ് തന്ത്രം? മീഡിയ വൺ ചാനലിനോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ആദ്യം കേൾക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേക്കാൾ, മാർക്ക് മൈ സ്റ്റേറ്റ്മെന്റ്, കോൺഗ്രസിനേക്കാൾ ഇവിടെ ഫീൽഡിൽ ഇറങ്ങി ജോലി ചെയ്യുന്നത് ലീഗാണ്. കാരണം മലപ്പുറം ജില്ലയിൽ UDFന്റെ വിജയം അത് ലീഗാണ് ഒന്നാമത് ഉത്തരവാദിത്വം ഏറ്റെടുക്കാറുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പിലും. ആ ഉത്തരവാദിത്വം ഇവിടെ ചെയ്യുന്നത്. ഇനി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് കൂടി കേൾക്കണം. പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തോറ്റാൽ ഉത്തരവാദിത്തം തനിക്കെന്ന് സതീശൻ പറഞ്ഞിരുന്നല്ലോ. പക്ഷെ എന്തുകൊണ്ട് അതേ കാര്യം നിലമ്പൂരിൽ പറയുന്നില്ല എന്നായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം. സതീശന്റെ ഉത്തരം കേൾക്കാം. അല്ല, ഞാൻ എന്നോട് ചോദിച്ചില്ലെല്ലാരും. ഞാൻ രാവിലെ കയറി ഇത് പറയണം. അതൊക്കെ പറയേണ്ട സമയം അതൊക്കെ പറയേണ്ട സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ക്ലിയർ അല്ലേ? പറഞ്ഞത് ഐ മെയ്ഡ് എ ക്ലിയർ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഏതെല്ലാം സമയത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നു, ആ ഘട്ടത്തിൽ ഒരു ഘട്ടമുണ്ട് ഇതൊക്കെ പറയുന്നത്. ആ ഘട്ടത്തിൽ പറഞ്ഞോളാം. അതായത് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തം ലീഗിനാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മീഡിയ വൺ ചാനലിനോട് പറയുന്നത്. അതിന് അദ്ദേഹം കടമെടുക്കുന്നത് UDFിലെ പ്രധാന നേതാക്കളുടെ ഉന്നതതല മീറ്റിംഗിൽ ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞ കാര്യമാണ്. ഉപതെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും അതിന്റെ ക്ഷീണം ലീഗിനാണ് എന്നാണ് ആ യോഗത്തിൽ സലാം പറഞ്ഞതത്രേ. പൊതുവേദിയിലല്ല സലാം പറഞ്ഞത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രം പങ്കെടുക്കുന്ന കോർ കമ്മിറ്റി മീറ്റിംഗിലാണ് സലാം അങ്ങനെ പറഞ്ഞത്. അത് താൻ പുറത്തു പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാങ്കൂട്ടത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ലീഗിനായിരിക്കുമെന്ന വാചകം പറയുന്നത്. തൊട്ടടുത്ത് നിൽക്കുന്ന യൂത്ത് ലീഗിന്റെ PK ഫിറോസ് മാങ്കൂട്ടത്തിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് ലീഗിന്റെ സ്ഥാനാർത്ഥിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഫിറോസ് പറഞ്ഞതിനെ ലീഗ് അണികൾ എങ്ങനെ എടുക്കുമെന്ന് കണ്ടറിയണം. കാരണം ആര്യാടൻ കുടുംബത്തോട് ലീഗ് അണികൾക്കുള്ള അതൃപ്തി അത്രത്തോളമാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. നിലമ്പൂരിലെ ലീഗിന്റെ കൺഫ്യൂഷനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്ന തംബ്നെയിലിൽ പേജ് 10 സ്റ്റോറീസ് ചാനലിൽ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. ഇനി സതീശനിലേക്ക് വന്നാൽ നിലമ്പൂരിലെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കേണ്ട സമയമായിട്ടില്ല എന്നാണ് സതീശൻ പറയുന്നത്. അതെല്ലാം സമയമാകുമ്പോൾ പറയാമെന്നാണ് നിലപാട്. മാങ്കൂട്ടത്തിന്റെയും VD സതീശന്റെയും വാക്കുകൾ കൂട്ടി വായിച്ചാൽ നിലമ്പൂരിലെ കാര്യങ്ങൾ ഏറെക്കുറെ ഊഹിക്കാവുന്ന സ്ഥിതിയാണുള്ളത്. ആവേശം കാട്ടി നിലമ്പൂരിൽ കോൺഗ്രസിനെ 2 തവണ വെട്ടിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തന്നെ ഇറക്കി ലീഗിനെ മെരുക്കാനാണ് സതീശനും സംഘവും ശ്രമിക്കുന്നത് എന്ന വിലയിരുത്തലാണ് വരുന്നത്. മാങ്കൂട്ടത്തിന് പിന്നാലെ മറ്റു ചില കോൺഗ്രസ് നേതാക്കളും ലീഗിന്റെ നിലമ്പൂരിലെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ആവർത്തിക്കുന്നത് കേട്ടു. അതായത് സതീശനോട് തന്നെ പിണങ്ങി നിൽക്കുന്ന ലീഗിനെ സജീവമായി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറക്കാനുള്ള തന്ത്രമാണ് നിലമ്പൂരിലെ സംഭവ വികാസങ്ങൾ നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കല്യാണ വീട്ടിൽ പിണങ്ങി നിൽക്കുന്ന അമ്മാവന്മാരെ തന്നെ മെയിനാക്കിയുള്ള പരിപാടി കണ്ടിട്ടില്ലേ? അതുപോലൊരു സംഭവമാണ് അവിടെ നടക്കുന്നത്. നമുക്കറിയാം, ആര്യാടൻ ഷൗക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പാണക്കാട് കുടുംബത്തിന്റെ അസാന്നിധ്യം വിവാദമായിരുന്നു. പിന്നാലെ അടുത്ത ദിവസം പോത്തുകൽ പഞ്ചായത്തിലെ ആര്യാടൻ ഷൗക്കത്തിന്റെ പര്യടനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് ലീഗ് ജില്ലാ പ്രസിഡന്റായ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ്. അങ്ങനെ ശിഹാബ് തങ്ങളെ എത്തിച്ചാണ് UDF ആ വിവാദത്തിൽ നിന്ന് തടിയൂരിയത്. 2 കാര്യങ്ങളിലാണ് ലീഗിന് പ്രശ്നമുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്ന്, ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം. മറ്റൊന്ന്, PV അൻവർ വിഷയത്തിൽ സതീശൻ എടുത്ത നിലപാട്, അത് വഷളാക്കിയ രീതി. ആദ്യത്തെ കാര്യം പരിശോധിച്ചാൽ PV അൻവർ CPMൽ വിമത സ്വരം ഉയർത്തി തുടങ്ങിയ സമയത്ത് തന്നെ ലീഗ് അൻവറുമായി ബന്ധപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. UDFിലേക്കുള്ള പാലമാകാമെന്ന് അൻവറിന് ലീഗിന്റെ ഉറപ്പ് കിട്ടിയിരുന്നു. തുടർന്നായിരുന്നു അൻവറിന്റെ ബാക്കിയുള്ള പടിപടിയായുള്ള നീക്കങ്ങൾ നടന്നത്. അപ്പോഴെല്ലാം UDFിൽ അൻവറിനായുള്ള ചരടുവലികൾ കൃത്യമായി ലീഗ് നടത്തിയിരുന്നു. ലീഗിന്റെ കൂടി ആശീർവാദത്തോടെയാണ് PV അൻവർ UDFിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ VS ജോയിയുടെ പേര് നിലമ്പൂരിലേക്ക് നിർദ്ദേശിച്ചത്. തങ്ങളുടെ ഗുഡ് ബുക്കിൽ ഇല്ലാത്ത ആര്യാടൻ ഷൗക്കത്തിന് വെട്ടുക എന്നത് തന്നെയായിരുന്നു ലീഗിന്റെ തന്ത്രം. പക്ഷേ അൻവറിനെ കൊണ്ട് അത് പറയിച്ചെടുത്ത് ലീഗിന് തെറ്റി. തന്നെ ഒരുപാട് തവണ പ്രതിക്കൂട്ടി നിർത്തി ആക്ഷേപിച്ചിട്ടുള്ള അൻവർ UDFിൽ എത്തും മുമ്പ് UDFിലെ പ്രത്യേകിച്ച് കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ശരിയല്ല എന്ന നിലപാട് VD സതീശൻ സ്വീകരിച്ചു. ഇതിന് കോൺഗ്രസിലും UDFിലും പിന്തുണ കിട്ടി. അതോടെ ലീഗിന് അൻവറിന്റെ കൂടെ നിൽക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു. മാത്രമല്ല, മറ്റ് ആലോചനകൾക്കൊന്നും നിൽക്കാതെ തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കാനും സതീശനും സംഘത്തിനും കഴിഞ്ഞു. ആ നീക്കത്തിൽ ലീഗിന് അതൃപ്തി ഉണ്ടായിരുന്നെങ്കിലും അത് പ്രകടിപ്പിക്കാതെ അൻവറിനെ എങ്ങനെയെങ്കിലും UDFിൽ എത്തിക്കാനായിരുന്നു ലീഗ് പിന്നീട് നടത്തിയ നീക്കം. പക്ഷേ അതിനും സതീശൻ തടയിടുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. തീരുമാനമായിട്ടും അത് നീട്ടിക്കൊണ്ടുപോയി സതീശൻ അൻവറിനെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരുന്നു.
അൻവറിന്റെ തൃണമൂൽ പാർട്ടി പ്രവേശനവും AICC വഴി സതീശൻ പ്രശ്നമാക്കി. അപ്പോഴും അൻവറിനായുള്ള ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ച PK കുഞ്ഞാലിക്കുട്ടിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം K സുധാകരനും രമേശ് ചെന്നിത്തലയും K മുരളീധരനും അൻവറിനെ UDF-ലേക്ക് എത്തിക്കണമെന്ന ലീഗിന്റെ നിലപാടിന് ഒപ്പമുണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് നടന്ന KPCC നേതൃമാറ്റം കുഞ്ഞാലിക്കുട്ടിയുടെയും ലീഗിന്റെയും കണക്കുകൂട്ടലുകളെ തെറ്റിച്ചു. KPCC അധ്യക്ഷ സ്ഥാനത്ത് KC വേണുഗോപാലിന്റെയും സതീശന്റെയും പക്ഷത്ത് നിന്നുള്ള സണ്ണി ജോസഫ് കൂടി വന്നതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. സതീശൻ പക്ഷത്തിന് മൃഗീയ ഭൂരിപക്ഷമുള്ള പുതിയ KPCC നേതൃത്വം അൻവറിന്റെ കാര്യത്തിൽ സതീശന്റെ നിലപാടിനൊപ്പം നിലയുറപ്പിച്ചു. പക്ഷെ അപ്പോഴും മറ്റു ചില അനുരഞ്ജന ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. അതും ഫലിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുന്നത്. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കാത്തിരുന്ന UDF നേതൃത്വം അപകടം മണത്തു. അതായത് സ്വരാജ് വന്നതോടെ അൻവർ മത്സരിക്കാൻ ഇറങ്ങാതിരിക്കാനുള്ള കാര്യങ്ങളാണ് പിന്നീട് സതീശനും സംഘവും ചെയ്തത്. മത്സരിക്കാൻ ഇറങ്ങാതിരുന്നാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം യുക്തമായ തീരുമാനം എടുക്കാമെന്ന സന്ദേശം അടൂർ പ്രകാശ് വഴി സതീശൻ നൽകി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ സതീശൻ വീണ്ടും ചതിക്കുമെന്ന് തോന്നിയ PV അൻവർ മത്സരിക്കാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. അവസാന ശ്രമം എന്ന നിലയിലാണ് സതീശൻ സംഘത്തിലെ മാങ്കൂട്ടത്തിന്റെ പാതിരാത്രി ചർച്ച നടന്നത്. അതും പുറത്തായി പാളിയതോടെ എല്ലാ വാതിലും അടച്ചെന്ന് സതീശൻ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുകയായിരുന്നു. ആ പ്രഖ്യാപനത്തിന് ശേഷമാണ് ലീഗിനോട് പോലും ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന കമ്മ്യൂണിക്കേഷൻ അൻവറിന്റെ കാര്യത്തിൽ നടന്നത് എന്നാണ് ലീഗ് കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുന്നത്. എന്നാൽ അൻവറിനെ ചൊല്ലിയുള്ള തർക്കം വേണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി തീരുമാനിക്കുകയായിരുന്നു. സതീശന്റെ ഒറ്റയാൾ പോക്കിനെതിരെ ലീഗ് നേതൃത്വത്തിൽ കടുത്ത വിമർശനമുണ്ടായതിന് പിന്നാലെ കുഞ്ഞാലിക്കുട്ടി അൻവർ വിഷയത്തിലെയും സതീശൻ നിലപാടിലെയും അതൃപ്തി K മുരളീധരനുമായും ചെന്നിത്തലയുമായും പങ്കുവച്ചിട്ടുണ്ട്. ഇതോടെയാണ് ലീഗിനെ കൂടെ നിർത്താൻ പുതിയ നീക്കങ്ങളുമായി സതീശനും സംഘവും രംഗത്തെത്തിയിരിക്കുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മലപ്പുറം ജില്ലയിലെ എല്ലാ തെരഞ്ഞെടുപ്പും വിജയിപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തം ലീഗിനുണ്ടെന്ന സന്ദേശമാണ് മാങ്കൂട്ടത്തിലൂടെ സതീശൻ ടീം ലീഗിന് നൽകുന്നത്. മൂന്നാം LDF സർക്കാർ വരുന്നത് ഭയക്കുന്ന ലീഗ് നേതാക്കൾ ആര്യാടനെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് എതിരാളിയായി സ്വരാജ് വന്നതിലുള്ള ലീഗിന്റെ കൺഫ്യൂഷൻ കൂടി കണക്കിലെടുത്ത് തന്നെയാണ് VD സതീശൻ വിഭാഗത്തിന്റെ പുതിയ ചരടുവലി. എന്നാൽ അൻവറിനെ പിണക്കിയതിന് UDF വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന നിലപാടിൽ തന്നെയാണ് ലീഗ് ഇപ്പോഴും ഉള്ളത്. ആര്യാടൻ വിരുദ്ധ കോൺഗ്രസ് ലീഗ് വോട്ടുകൾ അൻവർ പിടിക്കും. CPM വോട്ടുകൾ അൻവറിലേക്ക് പോകില്ല എന്നും ലീഗ് UDFന്റെ കോർ കമ്മിറ്റിയിൽ അറിയിച്ചിട്ടുണ്ട്. ഈ ഉന്നതതല മീറ്റിംഗിൽ പറഞ്ഞ കാര്യം മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ലീഗ് നേതൃത്വത്തിന് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. കാരണം മാങ്കൂട്ടത്തിൽ CPMനെ വെല്ലുവിളിച്ച് M സ്വരാജിനെ ഇറക്കിയതിലും പാതിരാത്രി അൻവറിന്റെ വീട്ടിൽ പോയി കണ്ട് വാർത്തയാക്കിയതിലും ലീഗിന് കടുത്ത അതൃപ്തിയുണ്ട്. അത് അവരുടെ നേതൃയോഗത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുമുണ്ട്. അൻവറിനെ UDFന് പേടിയുണ്ടെന്ന പ്രതീതി മാങ്കൂട്ടത്തിന്റെ പ്രവൃത്തി മൂലം, അതായത് രാത്രി പോയി സന്ദർശനം നടത്തിയതിലൂടെ ഉണ്ടായി എന്നുള്ള നിലപാടാണ് ലീഗിനുള്ളത്. എന്തായാലും നിലമ്പൂരിൽ എല്ലാ ഉത്തരവാദിത്വവും തങ്ങളുടെ തലയിൽ എത്തിക്കാനുള്ള കോൺഗ്രസിന്റെയും VD സതീശൻ വിഭാഗത്തിന്റെയും ഗൂഢനീക്കം ലീഗ് നേതാക്കൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ പല കാര്യങ്ങൾ കൊണ്ടും UDFൽ ലീഗ് രണ്ട് കൈയും കെട്ടിയിട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. തങ്ങളെ ഒരുപാട് തവണ തള്ളിപ്പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിച്ചെടുക്കുന്നതിലെ ബുദ്ധിമുട്ട് ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് ഭരണം വീണ്ടും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം ലീഗിന് മറുഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രണ്ടും കൽപ്പിച്ച് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി ലീഗ് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നേതാക്കൾ ഇറങ്ങിയാലും ആ ഓളം താഴെ തട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ള സംശയം നിലമ്പൂരിലെ ലീഗ് നേതാക്കൾക്ക് ഇപ്പോഴും ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കുറിക്കുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമന്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.